ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എല്ലാവർക്കും കൂടുതലും ഇഷ്ടപ്പെടുന്ന പെപ്പർ ചിക്കനാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി പ്രദീപേട്ടനാണ് കുക്ക് ചെയ്യുന്നത്, ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിത് അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വന്ന ശേഷം അതിലേക്ക് 2 കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് മീഡിയം സൈസിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് അതൊന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു പൊന്നിറമാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 10-20 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു പിങ്ക് കളർ ആവുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്ന ശേഷം ഇനി അതിലേക്ക് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ഞാൻ 4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിതിലേക്ക് കുരുമുളക് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം 2 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്ന ശേഷം അതിലേക്ക് 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെപ്പർ ചിക്കന് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനും മസാലയും തമ്മിൽ നല്ലപോലെ തന്നെ യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല, ആ ചിക്കനിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങളിതിലേക്ക് വെള്ളം ഒഴിക്കരുത്. അങ്ങനെ ചിക്കനിൽ വെന്ത ശേഷം എണ്ണയിൽ കടന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ നമുക്കിതിനെ ഒരു 10-20 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നോക്കിക്കത് ചിക്കനിൽ നിന്നും നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി വീണ്ടും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആ എണ്ണയിൽ കടന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്, ഡ്രൈ ആയിട്ട് വേണം നമുക്ക് ചിക്കൻ കിട്ടാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയിലയും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കരിവേപ്പില എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് മാത്രം മല്ലിയില മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.